അല്ലെങ്കിൽ ഇതൊരു അങ്ങനെ പറയാം. മഞ്ജുഷ് തുടരുക. ഇപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോണിലുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇതിൽ കൃത്യമായി തന്നെ ഈ രേഖകളിൽ ഒഴിവാക്കേണ്ട ഭാഗങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സൂചിപ്പിക്കാതിരുന്ന പേജുകൾ ഒഴിവാക്കി, പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നതാണ് സംശയാസ്പദമായിട്ടുള്ളത്. എന്താണ് കരുതുന്നത്? അത്തരമൊരു ഒഴിവാക്കൽ നടത്താൻ ഉള്ള സാഹചര്യം എന്തായിരിക്കും? യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ ഇപ്പൊ പുറത്തു വരുന്നത് ഭാഗികമായ റിപ്പോർട്ട് മാത്രമാണ്. ഹേമ കമ്മിറ്റി ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അത് പുറത്തു വരരുതെന്ന് ഗവൺമെന്റിന് താല്പര്യം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് അതുകൊണ്ട് വളരെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അവിടെ പൊതുവെ ആളുകൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രമായി പുറത്തു കൊടുത്തിട്ട് ഇൻട്രസ്റ്റഡ് ആണ് ഗവൺമെന്റ്. ഗവൺമെന്റ് സ്ഥാപിത താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള തെറ്റായ പ്രവർത്തനം നടത്തേണ്ടത്. അത് നിയമത്തിന് മുമ്പിൽ വിലപ്പോകുന്നതല്ല, കോടതി വിധികൾക്കും വിരുദ്ധമാണ്. ഇവിടെ വിവരാവകാശ നിയമം അനുസരിച്ച്, അന്നത്തെ നിയമത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിന് 1 മാസത്തിനുള്ളിൽ നമുക്ക് മറുപടി കിട്ടണമെന്നാണ്. പക്ഷേ ഗവൺമെന്റ് 4 കൊല്ലം താമസിപ്പിച്ച റിപ്പോർട്ട് അത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഭാഗികമായ റിപ്പോർട്ടായി. അത് ജനങ്ങൾക്കറിയാനുള്ള ഒരു അവകാശം അവർ നിഷേധിക്കുന്നു. അവരൊരു പൗരാവകാശ ദംശനവും നടക്കുന്നു. ഇതാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ. ഏതായാലും ഇതൊരു വലിയ സംശയത്തിനിടയാക്കുന്ന കാര്യമായി മാറുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, മറ്റ് വിഷയങ്ങളിൽ